പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് പുടിനുമായുള്ള നിർണായക കൂടിക്കാഴ്ച ഇന്ന്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ സമ്മേളന വേദിയിലായിരിക്കും ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തുക. റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിലാണ് അമേരിക്ക ഭാരതത്തിന് 25% അധിക താരിഫ് ചുമത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച നിർണായകമാകുന്നത്. പ്രതിരോധ രംഗത്ത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണകൾ സംബന്ധിച്ചും ചർച്ചയാകും. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, അമേരിക്ക ഭാരതത്തിന് മേൽ ചുമത്തിയ അധിക താരിഫ് ചർച്ചയാകുമെന്ന് മനസ്സിലാക്കുന്നു. നിർണായകമായ ഒരു കൂടിക്കാഴ്ച തന്നെയാണിത്. മറ്റ് വിവരങ്ങൾ? തീർച്ചയായും അനഘ, ഏറ്റവും നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചൈനയിൽ നടക്കുന്നത്. ചൈനയിലെ ടിയാൻജിനിൽ SCO സമ്മേളന വേദിയോടനുബന്ധിച്ചാണ് ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച നടക്കുക. ഈ കൂടിക്കാഴ്ചയിൽ നിർണായകമായ പല വിഷയങ്ങളുണ്ട്. അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും നിർണായകമായ വിഷയം, ഭാരതത്തിന് എതിരായി അധിക താരിഫ് ചുമത്തിയ ഒരു സാഹചര്യമുണ്ട്. അത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് അമേരിക്ക ഭാരതത്തിന് അധിക താരിഫ് ചുമത്തിയത്. സ്വാഭാവികമായും അത്തരത്തിൽ താരിഫ് ചുമത്തിയതോടെ ശക്തമായി റഷ്യയുമായുള്ള ബന്ധം തുടരുമെന്ന നിലപാടാണ് ഭാരതം സ്വീകരിക്കുകയും ചെയ്തത്. ഇതിന് പിന്നാലെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അവസാനിച്ച 2-3 അവസാന ആഴ്ചകളിലെല്ലാം തന്നെ നടന്ന എണ്ണ ഇറക്കുമതി, ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി റഷ്യയിൽ നിന്ന് ഭാരതം നടത്തുകയും ചെയ്തു. അത്തരത്തിൽ ശക്തമായൊരു നിലപാട് US-ന്റെ താരിഫ് നയങ്ങൾക്കെതിരെ ഭാരതം സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നത് ആ സിഗ്നലിൽ നിന്ന് തന്നെ വളരെ കൃത്യമായി മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. മറ്റൊരു സുപ്രധാന വിഷയം എന്ന് പറയുന്നത് ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയാവുക ഭാരതത്തിന് നൽകുന്ന സൈനിക പിന്തുണയുടെ ഭാഗമായ പല സംവിധാനങ്ങളുണ്ട്. സൈനിക സാങ്കേതിക വിദ്യയുടെ ഭാഗമായുള്ള സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. S-400 പോലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ അനുബന്ധമായ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ മറ്റു യുദ്ധ സംവിധാനങ്ങൾ, യുദ്ധ ഉപകരണങ്ങളെല്ലാം നൽകുന്നത് സംബന്ധിച്ച് നിരവധി ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഈ ചർച്ചകളുടെ ഭാഗമായുള്ള തുടർ ചർച്ചകൾ നടക്കും, അല്ലെങ്കിൽ ഇൻഫോർമലായ ചർച്ചകൾ നടക്കുമെന്ന ചില സൂചനകളും ലഭ്യമാകുന്നുണ്ട്. ഏറ്റവും നിർണായകമായ വിഷയം താരിഫ് തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം. തുടർന്ന് ഭാരതവുമായുള്ള സൈനിക സഹകരണം സംബന്ധിച്ച വിശദ ചർച്ചകൾ നടക്കും. സാമ്പത്തിക രംഗത്തെ സഹകരണം സംബന്ധിച്ചുള്ള ചർച്ചകളെല്ലാം തന്നെ ഉണ്ടാകും. മറ്റൊരു സുപ്രധാന വിഷയം എന്ന് പറയുന്നത് ഈ 3 രാജ്യങ്ങളും, ചൈനയും ഭാരതവും റഷ്യയും ഒന്നായി നിന്ന് ഒരു പ്രതിരോധം സൃഷ്ടിക്കുന്ന ഒരു നീക്കങ്ങൾക്ക് തുടക്കമാകാനുള്ള പല ചർച്ചകളും നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും കാര്യക്ഷമമായ ഒരു ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകളിൽ നിന്നും വായിച്ചെടുക്കാനാവുന്നത്. അനഘ.